ഫ്രണ്ട്സ്, എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖല്ലേ? ഇന്ന് ഞാൻ പറയുന്ന ടോപ്പിക്ക് പ്രണയത്തെക്കുറിച്ചാണ് കേട്ടോ. പ്രണയത്തെക്കുറിച്ച് എനിക്ക് പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ പറയുമ്പോൾ പ്രണയം എന്ന് പറയുമ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ വന്ന് നമ്മളോട് ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തിരിച്ച് അവരോട് ഇഷ്ടമില്ല എന്ന് പറയാനും ഇഷ്ടമാണെന്ന് പറയാനും അങ്ങനത്തെ ഒരു കൺഫ്യൂഷനും ഉള്ള ഒരു ധൈര്യമില്ല നമുക്ക് എന്താ ചെയ്യേണ്ടത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മളൊക്കെ കടന്നു വരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ലല്ലോ. അവർക്കൊക്കെ മൊബൈലുണ്ട്, അവരെ സ്വന്തം പേരിലുള്ള മൊബൈലായ കാരണം അവർക്ക് എന്ത് വേണമെങ്കിലും അതിലൂടെ മെസ്സേജുകളൊക്കെ ആയിട്ട് അയക്കുന്ന കാരണം കാലഘട്ടം വളരെ വ്യത്യാസപ്പെട്ട് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ചെറിയ പ്രണയങ്ങളൊക്കെ ഉണ്ടാവും. എന്ന പോലെ എനിക്കും ചെറിയൊരു പ്രണയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് ആ സമയത്ത് നമുക്ക് വലിയ രീതിയിലല്ല, അത് ഒരു 15-16 വയസ്സൊക്കെ ഉള്ള സമയത്ത് എല്ലാവർക്കും മനസ്സിൽ തോന്നുന്ന ഓരോ കാര്യങ്ങളാണല്ലോ പ്രണയം എന്ന് പറയുന്നത്. അങ്ങനെ ചെറിയൊരു പ്രണയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്കൂൾ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് പോയി, നമ്മൾ പിന്നെ വീണ്ടും പഠനത്തിലേക്കൊക്കെ കടന്നു. നമ്മൾ പിന്നെ ആരും കണ്ടുമുട്ടണമൊന്നുമില്ലല്ലോ ആൾക്കാരെ. അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ജീവിച്ച് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി. അങ്ങനെ പിന്നീട് ആലോചിക്കുമ്പോഴാണ് കേട്ടോ ആ പ്രണയത്തിന് എത്ര നല്ലൊരു സൗന്ദര്യം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പോഴത്തെ പ്രണയം എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ ഒരു തമാശ, ചിലർ സീരിയസ് ആയിട്ട് എടുക്കണവരൊക്കെ ഉണ്ട്. പക്ഷെ അത് വിവാഹം കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് പല പ്രശ്നങ്ങളിലൂടെ ഡൈവേഴ്സ് ആവുന്നതും കാണുന്നുണ്ട് നമ്മൾ. അപ്പോൾ അന്നൊന്നും എനിക്ക് പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഴുത്തൊക്കെ പലരിലൂടെയും എനിക്കൊക്കെ പലരും കൊണ്ടു തന്നിട്ടുണ്ട്. അന്നൊന്നും ഒരു എഴുത്ത് വാങ്ങാൻ പോലും നമുക്ക് ധൈര്യം ഉണ്ടായിട്ടില്ല, പിന്നെ അല്ല അത് വായിക്കാനായിട്ട്. അപ്പം അങ്ങനെ നമ്മൾ തിരിച്ചു കൊടുത്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ അന്നൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിലൊക്കെ നടന്നൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നടന്നൊക്കെ ഇനി പോകാമെന്ന് ചിലപ്പോൾ ബസ്സിന് പോകുമ്പോൾ അല്ലെങ്കിൽ നടന്നൊക്കെ പോകുമ്പോൾ നടന്നു പോകുമ്പോൾ പല ആൾക്കാരും നമ്മളെ പിന്നാലൊക്കെ നടന്നിട്ട് പലതും പറഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അല്ല ആ കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോഴത്തെ കുട്ടികളോടൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് പറയാനുള്ള ധൈര്യമുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടമെന്ന് പറയാം അവർ. അങ്ങനെ എത്ര വ്യത്യാസമല്ലേ വന്നേക്കണത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ അന്യജാതിയിലുള്ള ആൾക്കാരൊക്കെ തമ്മിൽ വിവാഹം കഴിക്കുന്നുണ്ട്, സമ്മതത്തോടു കൂടി തന്നെ വിവാഹം കഴിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കാം, എത്ര മാറ്റം വന്നേക്കണം ഇന്നത്തെ കാലത്ത്. പിന്നെ പ്രണയം എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യമല്ല. അത് നമുക്ക് ആരോടും എപ്പോൾ വേണമെങ്കിലും നമുക്ക് തോന്നാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരാൾ വരുമ്പോൾ പിന്നെ നമ്മൾ ആ ആളോട് മാത്രമല്ല നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രണയിക്കാൻ പറ്റുള്ളൂ. ചിലർ പറയും ഞാൻ കല്യാണത്തിന് ശേഷം വേറെ ഓരോരുത്തരെ ആലോചിക്കാറുണ്ട് കേട്ടോ, വേറെ ഓരോരുത്തരൊക്കെ എങ്ങനെ പ്രണയിച്ച് പോകണമെന്ന്. പക്ഷേ എത്ര വേറെ ആൾക്കാരെ പ്രണയിച്ചാലും ആത്മാർത്ഥമായിട്ട് ഒരാളെ മാത്രമേ നമുക്ക് പ്രണയിക്കാൻ പറ്റുള്ളൂ. മറ്റൊരു പ്രണയം എന്ന് പറയുന്നത് അത് വേറെ കുറച്ച് നേരത്തെ ഒരു എൻജോയ്മെൻറ്റും കുറച്ച് നേരത്തെ ഒരു എന്താ പറയുക, നമ്മൾ എന്തെങ്കിലും പ്രശ്നത്തിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ അതിനൊന്ന് മാറ്റി ചിന്തിക്കാനും ഒരു എൻജോയ്മെൻറ്റൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ. അല്ലാണ്ട് ആത്മാർത്ഥമായി നമുക്ക് ഒരാളെ മാത്രമേ ജീവിതത്തിൽ പ്രണയിക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി. നിങ്ങൾക്ക് അതിനാന്ന് നിങ്ങൾ പറയണം കേട്ടോ, കമൻറ്റിലൂടെ പറയണം. പിന്നെ പ്രണയത്തെക്കുറിച്ച് വേറെയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. എനിക്കൊരു ചെറിയ പ്രണയം ഉണ്ടായിരുന്നു, അന്നൊന്നും എനിക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. പിന്നീട് ഞാൻ പലപ്പോഴും ആളെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ആ സന്ദർഭത്തിലൊക്കെ അതൊക്കെ ഒരു തമാശ ആയിട്ട് ഇപ്പോൾ എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ചിരി വരുന്നത്, അതൊക്കെ ഒരു കാലഘട്ടമാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. പിന്നെ എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്കും ഇതുപോലെ ചെറിയ ചെറിയ പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? അപ്പോൾ കമൻറ്റിലൂടെ പറയണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്